ഹായ് ഫ്രണ്ട്സ്, വോയിസ് ഓഫ് ട്രാവൽ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഗോവയിലേക്കുള്ള ഒരു അടിപൊളി യാത്രയ്ക്ക് തയ്യാറായി നിൽക്കുകയാണ്. ഇപ്പോഴുള്ളത് കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിലാണ്. നമ്മൾക്ക് ഗോവയിലേക്ക് പോകാനുള്ള ട്രെയിനാണിത്. തിരുനെൽവേലി ഗാന്ധിധാം ഹംസഫർ എക്സ്പ്രസ് ട്രെയിൻ. രാത്രി 8:50 പുറപ്പെട്ട് പുലർച്ചെ 4 മണിക്ക് ഇതാ മഡ്ഗോൺ റെയിൽവേ സ്റ്റേഷനിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. ഒരാൾക്ക് 400 രൂപ വരുന്ന ടൂറിസ്റ്റ് പാക്കേജ് വാഹനത്തിലാണ് നമ്മുടെ യാത്ര. രാവിലെ 9 മണി മുതൽ രാത്രി 7 മണി വരെയാണ് ടൈം. നോർത്ത് ഗോവയ്ക്ക് അടുത്തുള്ള സ്റ്റേഷൻ തിവിയുമാണ്. എൻജോയ്മെന്റിന് കൂടുതൽ പറ്റിയ ഇടം നോർത്ത് ഗോവയാണ്. എന്നാൽ സൗത്ത് ഗോവ ശാന്ത സുന്ദരമായ സ്ഥലമാണ്. നോർത്ത് ഗോവ ഫസ്റ്റ് സെലക്ട് ചെയ്തതിനു ശേഷം അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് സൗത്ത് ഗോവയിൽ തിരിച്ച് വന്ന് മഡ്ഗോൺ വഴി നാട്ടിലേക്ക് തിരിച്ചു പോകാം. ഇനി അതല്ല, മഡ്ഗോൺ വന്നിറങ്ങി സൗത്ത് ഗോവയാണ് കാണാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം തിവിം സ്റ്റേഷനിൽ നിന്ന് തിരിച്ചു പോകുന്ന രീതിയിൽ ട്രിപ്പ് പ്ലാൻ ചെയ്യണം. ഒരു കാര്യം, എല്ലാ ട്രെയിനിനും തിവിം സ്റ്റേഷനിൽ സ്റ്റോപ്പില്ല. മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയുടെ പേരിലുള്ള അടൽ സേതു ബ്രിഡ്ജിലൂടെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2019 ഫെബ്രുവരിയിൽ ഓപ്പൺ ചെയ്ത കേബിൾ സ്റ്റേഡ് ബ്രിഡ്ജാണിത്. 4 വരിയുള്ള ബ്രിഡ്ജിന് 21 മീറ്റർ വീതിയും 30 മീറ്റർ ഉയരവും 1.5 കിലോമീറ്റർ നീളവും ഉള്ള ഇന്ത്യയിലെ 3ാമത്തെ വലിയ ബ്രിഡ്ജാണിത്. മണ്ഡവി നദിക്ക് കുറുകെ സ്റ്റീൽ കോൺക്രീറ്റ് തൂണുകളാൽ എലാൻറ്റിയുടെ നിർമ്മിതിയാണിത്. ഗോവയിലെ പനാജി, പോർവാറി എന്നീ 2 പ്രദേശങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് ഈ ബ്രിഡ്ജ്. മാണ്ഡവി നദിക്ക് കുറുകെ NH-66ന്റെ 4 പാതകൾ ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്നു. അതിവേഗ കാറ്റ് വീശുന്നതിനാൽ ഗോവയിലെ അടൽ സേതു ബ്രിഡ്ജിലൂടെ 2 വീലേഴ്സിനും 3 വീലേഴ്സിനും നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നു. ഇനി നമ്മൾ ഗോവൻ ക്യാപിറ്റലായ പഞ്ചിമിലെ മിരാമർ ബീച്ചിൽ എത്തിയിരിക്കുകയാണ്. ഇനി നമുക്ക് ഈ ബോട്ടിൽ കടലിൽ 1 മണിക്കൂറോളം പാട്ടിനൊപ്പം ഡാൻസ് ചെയ്ത് കാഴ്ചകളൊക്കെ കണ്ട് അടിപൊളിയാക്കാം. ഇനി നമ്മൾക്ക് ഇവിടുത്തെ മനോഹര കാഴ്ചകളും ബോട്ടിങ്ങും ഒന്ന് ആസ്വദിക്കാം. ബോട്ടിംഗ് ചാർജ് ഒരാൾക്ക് വരുന്നത് 350 രൂപയാണ്. 1 മണിക്കൂർ കടലിൽ ചുറ്റിക്കറങ്ങാം. ഇതാ കണ്ടില്ലേ, ഇവരൊക്കെ നമ്മുടെ കൂടെ ഉള്ളവരാണ്. ബോട്ടിൽ അടിപൊളി പാട്ടുകളുണ്ടാവും. പാട്ടിനനുസരിച്ച് നമുക്ക് ഡാൻസും ചെയ്യാം.
ഇതാ കുറെ ബോട്ടുകൾ ഇവിടെ കറങ്ങിക്കൊണ്ടിരിക്കുന്നത് കണ്ടില്ലേ? കിടിലൻ കാഴ്ചകൾ തന്നെയല്ലേ ഇത്? ഇതാ അക്കരെ 80 കോടിയുടെ ഡയമണ്ട് ബംഗ്ലാവ് ഉണ്ട്. ഈ ഭാഗത്ത് വെച്ച് സിംഗം മൂവി ഷൂട്ട് ചെയ്തിട്ടുണ്ട്. തമിഴ്, കന്നഡ, ഹിന്ദി തുടങ്ങിയ ഭാഷകളിലുള്ള ഫിലിമുകളും ഇവിടുന്ന് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഗോവ സെൻട്രൽ പ്രിസൺ ആണ് ഈ കാണുന്നത്. മുകളിൽ കാണുന്നത് അക്കോദ ഫോർട്ടും ലൈറ്റ് ഹൗസുമാണ്. ഈ കാണുന്നത് ഗോവ ഗവർണർ പാലസ് ആണ്. അറേബ്യൻ സീയുടെ ഭംഗി കണ്ടില്ലേ? ദൂരെ മുകളിലാ കാണുന്നതാണ് ലൈറ്റ് ഹൗസ്. ഗോവൻ തലസ്ഥാനമായ പഞ്ചിമിലെ ബീച്ച് പ്രദേശമാണ് മിരാമർ. നോർത്ത് ഗോവയിലെ ഒരു നഗര ബീച്ചായ മിരാമർ ഒരു കുടുംബ സൗഹൃദ ബീച്ചാണ്. ഗോവയിലെ ഏറ്റവും മനോഹരമായ ചില സൂര്യാസ്തമയ കാഴ്ചകൾ ആസ്വദിക്കാനുള്ള മികച്ച സ്ഥലമാണ് മിരാമർ ബീച്ച്. ബീച്ചിന്റെ തീരത്തും ഈന്തപ്പന തോട്ടത്തിനിടയിൽ സന്ദർശകർക്ക് ആസ്വദിക്കാൻ മികച്ച ഭക്ഷണവും പാനീയങ്ങളും വാഗ്ദാനം ചെയ്യുന്ന നിരവധി മേൽക്കൂര ബാറുകളും ലോഞ്ചുകളും പബ്ബുകളും ഉണ്ട്. ഒരു മണിക്കൂറോളം നീണ്ടുനിന്ന അടിപൊളി ബോട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ തന്നെ ഇതാ തിരിച്ചെത്തിയിരിക്കുകയാണ്. ഇനി ഇവിടെ എന്നാ നമുക്ക് ഇറങ്ങാം. ഇവരാണ് നമ്മുടെ ഡ്രൈവർ, പേര് സലീം. മിരാമർ ബീച്ചിലെ അടിപൊളി ബോട്ടിങ്ങും കാഴ്ചകളൊക്കെ കണ്ട് പോരുകയാണ്. ഇനി നമ്മൾ പോകുന്നത് കാൻഡോലിംഗ് ബീച്ചിലെ മനോഹര കാഴ്ചകൾ ആസ്വദിക്കാനായാണ്.
ആഹാ, നമ്മളിപ്പോൾ കേരളത്തിലാണെന്ന് തോന്നുന്നു. നമ്മൾ അങ്ങനെ ഇതാ കാൻഡോലിൻ ബീച്ചിൽ എത്തിച്ചേർന്നിരിക്കുന്നു. ഇവിടെ ഇതാ ഷെഡ് കെട്ടാനുള്ള പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നോർത്ത് ഗോവയിലെ ഏറ്റവും നീളമേറിയ ബീച്ചാണ് കാൻഡോലിൻ ബീച്ച്. കാൻഡോലിൻ ബീച്ചിനെ സംസ്ഥാനത്തെ മറ്റ് ഫേമസ് ബീച്ചിലേക്കുള്ള എൻട്രൻസ് എന്ന് വിളിക്കുന്നു. ഫോർട്ട് അഗ്വേഡയിൽ നിന്നും ആരംഭിക്കുന്ന ഈ ബീച്ച് താരതമ്യേന ശാന്തവും അലസതയ്ക്ക് അനുയോജ്യവുമാണ്. എങ്കിലും വാട്ടർ സ്പോർട്സ് പ്രേമികൾക്ക് പാരാസൈലിംഗ്, വാട്ടർ സ്കീയിങ് എന്നീ വിനോദങ്ങളും ഇവിടെ ഉണ്ട്. ഗോവയിൽ വന്നാൽ ശാന്തമായ ഒരു താമസ സൗകര്യം തേടുന്നവർ സാധാരണയായി കാൻഡോലിൻ ബീച്ചിനടുത്തായാണ് ഹോട്ടൽ ബുക്ക് ചെയ്യുന്നത്. പ്രശസ്തമായ ഇലക്ട്രോണിക് നൃത്തോത്സവങ്ങളിൽ ഒന്നായ സൺബേൺ ഫെസ്റ്റിവൽ എല്ലാ വർഷവും 3 ദിവസം കാൻഡോലിൻ ബീച്ചിൽ നടത്തപ്പെടുന്നു. കാൻഡോലിനിൽ വന്ന് റൂമെടുത്ത് താമസിക്കുന്ന സമയത്ത് തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒന്നാണ് കാൻഡോലിൻ നൈറ്റ് ലൈഫ്. സൺസെറ്റിന് ശേഷം കണ്ടിരിക്കേണ്ട രസകരമായ സ്ഥലങ്ങളിൽ ഒന്നാണിത്. ബീച്ചിലെ അടിപൊളി കാറ്റും കാഴ്ചകളും ഒക്കെ കണ്ട് ആസ്വദിച്ച് കിടക്കാനുള്ള സ്ഥലമാണിട്ടത്. വെക്കേഷൻ അടിപൊളിയാക്കാൻ വേണ്ടി ഗോവയിൽ വന്ന തമിഴ്നാട് കാരൂർ സ്വദേശികളായ പയ്യൻസാണ് ഇവർ. ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, പിന്നെ ഷെയർ ചെയ്യുക. കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമ്മുടെ ഈ ചാനലിലെ ഫേസ്ബുക്കിന്റെയും ഇൻസ്റ്റാഗ്രാമിന്റെയും വാട്സപ്പ് ചാനലിന്റെയും ലിങ്ക്സ് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അതിൽ കയറി ഞങ്ങളോടൊപ്പം ചേരുക. ബൈ, താങ്ക് യു.